തുടക്കം മുതൽ തന്നെ നമുക്ക് ഒരു കാര്യം പരിശോധിച്ചാൽ മനസ്സിലാകും. 100-ൽ പരം സീറ്റുകൾ കരസ്ഥമാക്കി UDF മിന്നും വിജയം കരസ്ഥമാക്കുമെന്ന് VD സതീശൻ പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ, അതായത് 10 കൊല്ലം ഈ കേരളത്തെ ഭരിച്ച് മുടിച്ച് കുട്ടിച്ചോറാക്കി പിണറായി വിജയൻ്റെ ഈ ഭരണം സഹിക്കവയ്യാഞ്ഞ് ഒരു 100-120 സീറ്റെങ്കിലും കോൺഗ്രസ്സുകാർ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ലഭിക്കുമെന്നൊരു സാധാരണക്കാരനും ഒരു ഗട്ട് ഫീലും തോന്നുന്ന ഒരു കാര്യമായിരുന്നു. VD സതീശൻ ഇത് പല സ്ഥലങ്ങളിലും ആവർത്തിച്ചിട്ടുണ്ട്. അന്നേരം സതീശൻ ഇത് പറഞ്ഞതുകൊണ്ട് സതീശൻ പറഞ്ഞതുപോലെ അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചു എന്നൊക്കെ പറയുന്നത് സതീശൻ്റെ ആ PR സംഘങ്ങളുടെ തന്നെ ഒരു നറേറ്റീവാണത്. അന്നേരം അവസാന നിമിഷവും അതിനെ നമ്മൾ പറഞ്ഞ ചിലത് നമ്മളിങ്ങനെ എറിയുമ്പം കൊള്ളുക എന്ന് പറയുന്നില്ല, അബദ്ധവശാൽ. അന്നേരം അതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കുക, അതിൻ്റെ ഒരു അവകാശവാദം ഉന്നയിച്ച് അത് സതീശൻ പറഞ്ഞതുപോലെ സംഭവിച്ചു. അന്നേരം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ദീർഘവീക്ഷണത്തിൻ്റെ തെളിവാണ് എന്നൊക്കെ പറയുന്നവരോട് നമുക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം എന്ന് പറയുന്നത്, ഈ VD സതീശൻ അപ്രകാരം പറയുമ്പോൾ അത് എങ്ങനെ സാധ്യമാകുമെന്നുള്ള ഒരു സ്ട്രാറ്റജിയോ കാര്യങ്ങളോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. വെറുതെ ഇത് പറയുക, അവസാനം ഇത് വീണ്ടും ആവർത്തിച്ച് ചോദിക്കുമ്പം ഞാൻ അങ്ങനല്ല പറഞ്ഞത്, 100 സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകുമെന്നല്ല പറഞ്ഞത്, മിന്നും വിജയം കരസ്ഥമാക്കും എന്നൊക്കെ പറഞ്ഞ് പുള്ളി തന്നെ ഡൈല്യൂട്ട് ചെയ്ത് നമ്മൾ ശ്രമിച്ചു. അന്നേരം ഇന്ന് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ITV ന്യൂസിൻ്റെ ഇതുപോലുള്ള മുൻ ചർച്ചകളിൽ നമ്മൾ പറഞ്ഞിരുന്നു 100 മുതൽ 105 സീറ്റ് വരെ ലഭിക്കാനുള്ള സാധ്യത അതേതാണ്ട് 102-ൽ നിൽക്കുന്നു. അതുപോലെ BJPയെ സംബന്ധിച്ചോളം BJPക്ക് പരമാവധി 2 അല്ലെങ്കിൽ 3 നമ്മൾ 3 സീറ്റുകൾ പറഞ്ഞു, അതും ഏതാണ്ട് യാഥാർത്ഥ്യമായി. അതുപോലെ തന്നെ നമ്മുടെ മിഷൻ 250യുടെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആ മിഷൻ 250 യഥാർത്ഥത്തിൽ എന്തുമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്നത് നമുക്ക് വളരെയേറെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. കാരണം പാലക്കാട്ട് തുടങ്ങിയപ്പോൾ തന്നെ, ഇപ്പോഴാണ് ഏതാണ്ട് അവസാന നിമിഷത്തിലാണ് നമ്മുടെ ശോഭാ സുരേന്ദ്രൻ പിന്നിലേക്ക് പോയി. അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ദിവസം ശോഭയുടെ കയ്യിൽ നിന്നും പറ്റിയ ഒരു പാളിച്ച, അത് ശോഭ തന്നെ അത് ശോഭ തന്നെ വരുത്തി വെച്ച, അതല്ലെങ്കിൽ ആ തുടക്കം മുതലുള്ള ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ശോഭയ്ക്കായിരുന്നു സ്കോർ. മാത്രമല്ല ശോഭ മത്സരിച്ച സ്ഥലങ്ങളിലെല്ലാം തന്നെ അവർക്ക് ലീഡ് ഉയർത്താൻ കഴിഞ്ഞൊരു ലീഡർ കൂടിയാണ്. അതെ. എന്നാൽ പാലക്കാട് ഏതാണ്ട് 18,000-ഓളം സീറ്റ്, അതായത് യാതൊരു ട്രെൻഡും ഇല്ലാതിരുന്ന സമയത്ത് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്രകാരം ഒരു ഉന്നത വിജയം കരസ്ഥമാക്കിയ പ്ലേസിലാണ് ഇത്രത്തോളം 2ാം സ്ഥാനത്തോളം നിന്ന് ഇത്രയും പരിതാപകരമായ അവസ്ഥ ഉണ്ടായെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ മുരളീധരൻ്റെ കാര്യം, മുരളീധരനെ കുറിച്ച് വളരെ സ്പെസിഫിക് ആയിട്ട് മിഷൻ 250ൽ ജനങ്ങൾ പറഞ്ഞിരുന്നു, യാതൊരു കാരണവശാലും ജയിക്കാൻ പാടില്ലാത്ത, ജനങ്ങൾ ജയിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. എന്തുകൊണ്ടെന്നുള്ള രീതിയിൽ നിരവധി വീഡിയോകൾ ചെയ്തിരുന്നു, ജനങ്ങളുടെ പ്രതികരണം വന്നിരുന്നു. അതിൻ്റെ ഇമ്പാക്റ്റ് വട്ടിയൂർക്കാവിൽ മുരളീധരൻ ഏതാണ്ട് പരാജയത്തിൻ്റെ വക്കിലാണ്. അതുപോലെ തന്നെ VD സതീശനെ സംബന്ധിച്ചിടത്തോളം VD സതീശൻ്റെ ആ ഒരു VD സതീശൻ ഫാക്ടർ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഉണ്ട് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം VD സതീശന് ആയിരിക്കണം ഏറ്റവും മികച്ച വിജയം ലഭിക്കേണ്ടത്. ഇപ്പോൾ തുടക്കത്തിൽ 1ഉം 2ഉം വട്ടം എണ്ണിക്കൊണ്ടിരുന്നപ്പോൾ VD സതീശൻ പുറകിലായിരുന്നു. പിന്നീട് ഏതാണ്ട് 20,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തോട് ലഭിച്ച VD സതീശനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പ്രതിപക്ഷ നേതാവാണ്, അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പ്രൊജക്ട് ചെയ്ത ആളാണ്, ഇത്രയും PR ക്യാമ്പയിൻ ചെയ്തു, അന്തിച്ചർച്ചക്കാർ ഇദ്ദേഹത്തിന് വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അന്നേരം ആ സാഹചര്യത്തിൽ ഇദ്ദേഹത്തിൻ്റെ വോട്ട് നില വളരെയേറെ കൂടുണ്ടാകും. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ വോട്ട് നില കൂടിയില്ല എന്ന് മാത്രമല്ല, പിന്നോട്ട് പോവുകയും ചെയ്തു. ബാക്കിയുള്ള യുവനേതാക്കന്മാരുടെ, ആരും ശ്രദ്ധിക്കാതിരുന്ന പല നേതാക്കന്മാരുടെ നോക്കുക, ചാണ്ടി ഉമ്മന് ഏതാണ്ട് 50-അടുത്ത് വന്നു, ആര്യടൻ ഷൗക്കത്ത് 54,000 വോട്ടിരുന്നു. പക്ഷെ അവിടെ സ്വാഭാവികമായിട്ട് സുനിൽ പറഞ്ഞ കാര്യം തന്നെയാണ് ശരി. എന്തുകൊണ്ട് PC വിഷ്ണുനാഥ് ഏതാണ്ട് 10-25,000-ന് മേളിൽ വരുന്നു. സിദ്ദിഖ് വയനാടില് ഏതാണ്ട് 40,000-ത്തിനടുത്ത് ഭൂരിപക്ഷത്തിലേക്ക് വരുന്നു. അങ്ങനെങ്കിൽ ഏറ്റവും കൂടുതൽ ഇവിടുത്തെ VD ഫാക്ടർ എന്ന് പറയുന്ന ഒരു എലമെന്റ് ഇവിടെ ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിക്കേണ്ടത് VD സതീശനല്ലേ. അദ്ദേഹത്തിന്റെ കുറയുവാണ്. അദ്ദേഹത്തിന്റെ ഓപ്പോസിറ്റ് നിന്ന സ്ഥാനാർത്ഥികളെ നോക്കുക, ആരും കേട്ടിട്ടില്ലാത്ത ഒരു കോൺഗ്രസ് വിട്ട ഒരു വനിതാ നേതാവ്, അതുപോലെ തന്നെ ടൈസൺ മാസ്റ്റർ എന്ന് പറയുന്ന CPIയുടെ മറ്റൊരു മണ്ഡലത്തിൽ നിന്ന് വന്നു നിന്ന പ്രാദേശികമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തൊരു നേതാവ് വന്നു നിന്നിട്ട് പോലും VD പിന്നോട്ടാണ് പോകുന്നത്. VDയുടെ വോട്ടർ ഷെയർ കുറയുന്നു എന്ന് പറയുമ്പോൾ ഇതൊരു വെറും ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു PR ക്യാമ്പയിൻ ആയിരുന്നു, PR ഗിമ്മിക് ആയിരുന്നു എന്നത്
ശരിവെക്കുന്ന തരത്തിലുള്ള ഒരു റിസൾട്ടാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. മറ്റൊന്ന് സുനിൽ, ഈ രാഹുൽ മാങ്കൂട്ടത്തെ അടക്കം ഒരു യുവനിരയെ വി.ഡി. സതീശനെ ഒതുക്കിയിരുന്നു. എന്നിട്ട് പോലും സതീശന്റെ ഈ ഒരു ഒതുക്കലിനെ അതിജീവിച്ച് വന്ന കുറേ പേരുണ്ട്. ഉദാഹരണമായിട്ട് ചാണ്ടി ഉമ്മൻ, വിഷ്ണുനാഥ്, BT ബൽറാം, ഇവരൊക്കെ വലിയ ഭൂരിപക്ഷത്തിൽ സതീശനേക്കാൾ കൂടുതൽ മൾട്ടിപ്പിൾ ടൈംസ് ആരെയൊക്കെയാണോ ഒതുക്കാൻ ശ്രമിച്ചത് അവരൊക്കെ തന്നെ വലിയ ഭൂരിപക്ഷത്തിലേക്ക് വരുന്നൊരു കാഴ്ചയാണ്. അതെങ്ങനെ നമുക്ക് വിലയിരുത്താൻ കഴിയും? അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ യുവ നേതൃത്വ നിര കോൺഗ്രസിലെ പിടിമുറുക്കുന്നു. ആ ഒരു യങ് ഫ്ലീറ്റ്, ഒരു സെക്കൻഡ് നിര എന്ന് പറയുന്നത് പിടിമുറുക്കുന്നു. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ യുവ നേതാക്കന്മാരെല്ലാം ഒന്നായാൽ ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ, PC വിഷ്ണുനാഥ്, റോജി എം ജോൺ, അബിൻ വർക്കി, ചാണ്ടി ഉമ്മൻ, ഇതുപോലെയുള്ള യുവ നേതാക്കന്മാർക്ക്, അതുപോലെ തന്നെ ആ കൂട്ടത്തിൽ മാത്യു കൊഴുനാടൻ, ഇതുപോലെയുള്ള ഒരു സംഘം സെറ്റായി കഴിഞ്ഞാൽ ഇവരുടെ എല്ലാം കാര്യം കട്ടപ്പുകയാകും എന്ന് മനസ്സിലാക്കിയാണ് ഈ വി.ഡി. സതീശൻ എന്ന് പറയുന്ന ആൾ ഇത്തരത്തിലൊരു പരിപാടി ചെയ്തത്. ഒരു സെക്കൻഡ് ലെയറിനെ വളർത്തിയെടുക്കാൻ. അതെ, എനിക്ക് ശേഷം പ്രളയം എന്ന് പറയുന്ന ഒരു അവസ്ഥ രണ്ടുപേരുടെയും മാനസികാവസ്ഥ ഏതാണ്ട് സിമിലർ ആണ്. അന്നേരം ആ രണ്ടു പേർക്കും കേരളത്തിലെ ജനങ്ങൾ തക്കതായ മറുപടി. കടക്ക് പുറത്ത് ഇവരുടെ ആ ധാർഷ്ട്യത്തിന് കടക്ക് പുറത്ത്, അതുപോലെ നിന്റെ വീട്ടിൽ ചെന്ന് ചോദിക്ക്, അതുപോലെ കേരളയിൽ വരും കേട്ടോ എന്ന് വെല്ലുവിളിച്ചത്, അതുപോലെ ഇവിടുത്തെ പാവപ്പെട്ട ആശമാരുടെ സമരത്തെ, ഒരു ആശമാരുടെ സമരത്തിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒരു ആശാപ്രവർത്തകരുടെ വീട്ടിൽ ഒരു 4 പേരുണ്ടെന്ന് നോക്കുക. അന്നേരം എത്ര ലക്ഷം ആളുകൾ വെറുപ്പ് വെച്ചു എന്ന് നോക്കുക. അതുപോലെ പാവപ്പെട്ട മൈക്ക് ഓപ്പറേറ്റർമാരുടെ എനിക്ക് തോന്നുന്നു പിണറായി വിജയന്റെ ഈ ഒരു തോൽവി ഏറ്റവും കൂടുതൽ രക്ഷപ്പെടുന്നത് പാവപ്പെട്ട മൈക്ക്. അതെ വെറുതെ മൈക്കുകാരുടെ മെക്കിട്ട് കയറുക, ആ മൈക്ക് കൊണ്ട് കോടതി വരാൻ പറയുക, കേസ് കൊടുക്കുക. അതെ, ഒന്ന് എന്തെങ്കിലും ഒരു ഭംഗ്യന്തരേണ ഒരു അവതാരക സാധാരണഗതിയിൽ സ്റ്റേജിൽ ഒരു ചീഫ് ഗസ്റ്റായിട്ട് വരുന്നവരെ സാധാരണ ഒന്ന് പ്രൈസ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ നാട്ടിൽ നടപ്പാണ്. അന്നേരം അപ്രകാരം ചെയ്യുമ്പോൾ അവരോട് ക്ഷുഭിതരാകുക, സെൽഫി എടുക്കാൻ വരുന്ന കുഞ്ഞുങ്ങളെ തട്ടിമാറ്റുക, ഇത്രത്തോളം ഒക്കെ അഹന്തയും ധാർഷ്ട്യവും കാണിച്ചു കൊണ്ട് നടന്ന ഈ പിണറായി വിജയനും ഏതാണ്ട് അതിൻ്റെ അതേ മിനിയേച്ചറാണ് ഇപ്പോൾ വി.ഡി. സതീശൻ്റെ. കണ്ടോ, ജീവശവമായിട്ട് അയാൾക്ക് മനസ്സിലായി ഇതിൻ്റെ ക്ലെയിം, ഇതിൻ്റെ പിതൃത്വം എനിക്ക് ഏറ്റെടുക്കാൻ പറ്റത്തില്ല. കാരണം ജനങ്ങൾ അത്രത്തോളം നാണംകെട്ട മുഖത്തടിയാണ്. ഒരു പരാജയത്തിന് തുല്യമായ ഒരു വിജയം ഏറ്റുവാങ്ങി ഇദ്ദേഹത്തിന് എങ്ങനെ ഓർത്തൊക്കെ ചാണ്ടി ഉമ്പനൊക്കെ ആയിരുന്നു യഥാർത്ഥത്തിൽ സ്റ്റാർ. പക്ഷേ ഒരു ഫ്ലെക്സ് അടിച്ചില്ല, ഒരു റീൽസ് ഇറക്കില്ല, ഒന്നുമില്ലെങ്കിൽ പോലും ഈ ഒരു സൈക്കിളുമായിട്ട് ഇറങ്ങി ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ഓടിക്കയറുകയാണ് ചെയ്തത്. അദ്ദേഹത്തിനെതിരായിട്ട് കഴിഞ്ഞ തവണത്തെ ആരോപണം ഉമ്മൻചാണ്ടിയുടെ മകനാണ് എന്നതുകൊണ്ടാണ്. പക്ഷെ അത് പ്രൂവ് ചെയ്തു, അല്ല ഞാനൊരു പ്രൂവ് ചെയ്തു. അന്നേരം അതുകൊണ്ട് ആ ഒരു അവസ്ഥയിൽ നിന്നും അദ്ദേഹം കൃത്യമായിട്ട് ഒരു സെൽഫ് പ്രൊപ്പൽഡ് ആയിട്ട് പുള്ളിയുടെ ഒരു സ്പേസ് രാഷ്ട്രത്തിൽ അദ്ദേഹം ഉണ്ടാക്കി. വളരെ അദ്ദേഹത്തിൻ്റെ നള്ളിഫൈ ചെയ്ത് കളയുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ സഹോദരിയെ ഇറക്കും എന്നുള്ളൊരു കളി നോക്കി. അങ്ങനെ ഇദ്ദേഹത്തെ പ്രൊവോക്ക് ചെയ്യിപ്പിച്ചത് പലതരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തി ഇദ്ദേഹത്തെ കോർണർ ചെയ്യുവാനുള്ള, സൈഡ് ലൈൻ ചെയ്യുവാനുള്ള പ്രവർത്തനങ്ങളൊക്കെ നടന്നെങ്കിൽ പോലും അതിനെല്ലാം അദ്ദേഹം വളരെ മെച്ചുവേർഡ് ആയിട്ടുള്ള രീതിയിൽ, ചാണ്ടി ഉമ്മനെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ മാറ്റങ്ങളുണ്ടായി. വളരെ മെച്ചുവേർഡ് ആയിട്ടുള്ള രീതിയിൽ അദ്ദേഹം അതിനെ ഹാൻഡിൽ ചെയ്തു. വി.ഡി. സതീശന് സ്വപ്നം കാണാൻ പറ്റുമോ ഇതുപോലൊരു എത്രയോ യങ്സ്റ്ററാണ് ഇദ്ദേഹം. കഴിഞ്ഞ 25 വർഷമായിട്ട് പാർലമെൻ്ററി പാർട്ടി രംഗത്ത് നിൽക്കുന്നു, മത്സര രംഗത്തുണ്ട്, പ്രതിപക്ഷ നേതാവാണ്. ഇത്രയും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് സ്വയം പ്രഖ്യാപിച്ച് പ്രൊജക്റ്റ് ചെയ്യപ്പെട്ടിട്ട് പോലും ഇദ്ദേഹം വി.ഡി. സതീശൻ്റെ ഭൂരിപക്ഷവും മറ്റു നേതാക്കന്മാർക്ക് ലഭിച്ച ഭൂരിപക്ഷവും നോക്കുമ്പോൾ തന്നെ വി.ഡി. സതീശന് ജനങ്ങൾ കൊടുത്ത വില എന്താണ്, ജനഹൃദയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പലപ്പോഴും ഹൈക്കമാൻഡിനെ പോലും അതിജീവിച്ചാണ് അല്ലെങ്കിൽ വെല്ലുവിളിച്ചാണ് അദ്ദേഹത്തിന് പല പ്രവർത്തകർ. കഴിഞ്ഞ മംഗലാപുരത്ത് പോയിട്ട് ഒരു JDS നേതാവിനെ കണ്ടത് ആരെയും അറിയിക്കാതെയാണ്. ഹൈക്കമാൻഡ് അറിയിച്ചിട്ടില്ല, ഇവിടുത്തെ പ്രവർത്തകരെ അറിയിച്ചിട്ടില്ല, ഇവരുടെ നേതാക്കളെ അറിയിച്ചിട്ടില്ല. ഇത്തരത്തിലുള്ള രഹസ്യമായിട്ടുള്ള ചില ചർച്ചകൾ, ഡീല് ഇല്ലേ, ഇതൊക്കെ ഒരു വലിയൊരു ദുരൂഹത ഉയർത്തുന്നുണ്ട്. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട അത്തരത്തിൽ നമുക്ക് എന്തെങ്കിലും താല്പര്യങ്ങൾ അദ്ദേഹത്തിനുണ്ടോ? ഹാരി, നമുക്ക് പറയാവുന്നത് നമ്മൾ പല പ്രാവശ്യം ആവർത്തിച്ചിട്ടുള്ള കാര്യമാണ്. ഒരു സോഷ്യോപാത്തിൻ്റെ ചെയ്തികളും ശരീരഭാഷയും പ്രവൃത്തിയും ഒക്കെ ഡിറ്റോ സതീശനെ ശ്രദ്ധിച്ചാൽ മതി. ഒരു സോഷ്യോപാത്ത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇമോഷണലായിട്ട് ആരുമായിട്ട് കണക്റ്റഡ് അല്ല, ആരുമായിട്ടും ഒരുത്തവനായിട്ട് ഒരു കമ്മിറ്റ്മെൻ്റ് ഇല്ല. എൻ്റെ കാര്യം, എൻ്റെ ലക്ഷ്യം, അതിനുവേണ്ടി ഞാൻ ആരെയും ചവിട്ടി മതിക്കും, ആരെയും ഞാൻ തീർക്കും, എന്ത് ഞാൻ ചെയ്യും എന്നുള്ള ആ ഒരു വളരെ ഫോക്കസ്ഡ് ആയിട്ട്
തൻ്റെ ലക്ഷ്യം സാധിക്കുവാൻ വേണ്ടിയുള്ള ഒരു പടയോട്ടമാണ് ഈ സോഷ്യോപാത്തുകൾ നടത്തുന്നത്. അന്നേരം അതിനകത്ത് അത് ആരെയും വേദനിപ്പിക്കുമോന്നോ ആരെയും തകർക്കുമോന്നോ ഇത് ഏതെങ്കിലും തരത്തിൽ ഒരു ബ്രോഡ് സ്പെക്ട്രത്തിൽ ചിന്തിക്കുമ്പോഴത്തേക്കും അത് പാർട്ടിക്ക് ഹാനികരമാകുമോ ഒന്നൊന്നും ചിന്തിക്കത്തില്ല. അപ്രകാരം ചിന്തിക്കുന്ന ആളാണെങ്കിൽ പോയി ഈ സ്വർണ്ണക്കൊള്ളക്കാരൻ്റെ കൂടെ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ ഈ പോകുമായിരുന്നോ? ഇപ്രകാരം ഇതൊരു അനാവശ്യ ചർച്ചകൾ ഈ വിജയത്തിൻ്റെ ശോഭ കെടുത്തുമെന്നറിഞ്ഞുകൊണ്ട് തന്നെ ഇപ്രകാരമുള്ള ഈ NDA ഘടകകക്ഷിയാണ്. അതെ. അപ്പോൾ പിന്നെ മാത്രമല്ല മംഗലാപുരത്തെ കോൺഗ്രസ് പ്രവർത്തകർ അതിൻ്റെതായിട്ട് ഹൈക്കമാൻഡ് പരാതി കൊടുക്കുന്നു കേൾക്കുന്നു. അതെ അതെ അതെ, പാർട്ടിയെ പോലും വെല്ലുവിളിക്കുന്ന ഒരു നിലപാടിലേക്ക് സതീശൻ സ്വയം പ്രഖ്യാപിക്കുകയാണ്. ഞാനാണ് ഇതിന്റെ എല്ലാം ഉത്തരവാദി. ഇപ്പൊ ഈ വിജയത്തിന്റെ ഉത്തരവാദിത്വം. പക്ഷേ നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഈ ലൈവ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഇദ്ദേഹത്തിന്റെ ആസ്മാദികളായ പല ചാനൽ പ്രവർത്തകരും സതീശനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ആദ്യത്തെ 1-2 ഘട്ടങ്ങളിൽ സതീശൻ പിന്നിലായിരുന്നപ്പോൾ ഇവർ ഇത് പരമാവധി പറയാതെ കവർ ചെയ്തു. ചില മാധ്യമങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ 90 കഴിഞ്ഞപ്പോൾ മുതൽ സതീശൻ്റെ പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരി ഒരു ചാനലിലിരുന്ന് പറയുന്നു, സതീശൻ VD പറഞ്ഞതാ യാഥാർത്ഥ്യമാകുന്നു, ഇതാ 100 അദ്ദേഹം പറഞ്ഞെങ്കിലും ഇതാ 90ലേക്ക് എത്തുന്നു, VDയുടെ വിഷൻ യാഥാർത്ഥ്യമാകാൻ പറഞ്ഞു, പതുക്കെ ലിഫ്റ്റ് ചെയ്ത് കൊടുത്തു. അന്നേരം അടുത്ത ആൾ അതിനെ പതുക്കെ പൊക്കിയിട്ട് അങ്ങനെ ഇദ്ദേഹം പറഞ്ഞതാണ് ശരി എന്നുള്ളൊരു തരത്തിലേക്ക്. അന്നേരം അതിൻ്റെ ഏറ്റവും നല്ല ക്ലാസിക് എക്സാമ്പിൾ ഇതാണ്. ദൈവം കൊടുക്കുന്ന തക്ക സമയത്തുള്ള പണി എന്ന് പറയുന്ന പോലാണ്. ആ സമയത്താണ് VD സതീശൻ 2ാം സ്ഥാനത്തേക്ക് ചില ഘട്ടങ്ങളിൽ പോകുന്നു. അദ്ദേഹത്തിന് അതേ കാലത്തെക്കാളും മിന്നു വിജയത്തിൽ ഇദ്ദേഹം പറയുന്ന അഡ്രസ് ഇല്ലാത്ത അല്ലെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള യാതൊരു എക്സ്പോഷറും ഇല്ലാത്ത ഒരു PR-ഉം ചെയ്യാത്ത ആളുകൾ പോലും 10,000, 54,000, 55,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ നിൽക്കുമ്പോൾ VD എവിടെ നിൽക്കുന്നു? അങ്ങനെയാണെങ്കിൽ VD ഫാക്ടർ ആണെങ്കിൽ VDക്കല്ലേ ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ടത്. അന്നേരം അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇയാൾ വെറും ഒരു ഊതി വീർപ്പിച്ച ബലൂണാണ്. ആ സ്ഥാനമേ ഉള്ളൂ. കേരളത്തിലെ ശരിക്കും ഇതിനകത്തെ ഫാക്ടർ എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ വെറുപ്പീരെന്ന് പറയുന്ന ഒരു ഫാക്ടറാണ് ഇതിനകത്ത് ഏറ്റവും വർക്കൗട്ടായ ഘടകം. കഴിഞ്ഞ 10 കൊല്ലം ഇയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു ചെത്തുകാരനായ ഒരു കോരൻ്റെ മകനായിരുന്നു എന്ന് പറഞ്ഞ ഇയാളുടെ ഈ ധാർഷ്ട്യം, അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ കുലത്തൊഴിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടോ ഒന്നുമല്ല നമ്മൾ പറയുന്നത്. അപ്രകാരമായിരുന്നു എന്ന് പറയുന്ന ഒരാൾ വന്നു കഴിഞ്ഞ ശേഷം 42 അകമ്പടി വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി നടക്കുക, അത്രയും മനോഹരമായ ക്ലിഫ് ഹൗസിൽ അനാവശ്യ മോടി പിടിപ്പിക്കലുകൾ നടത്തുക, മാധ്യമപ്രവർത്തകരെ കടക്ക് പുറത്തെന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുക, അതുപോലെ ചോദ്യം ചോദിക്കുന്നവരോട് നിൻ്റെ വീട്ടിൽ പോയി ചോദിക്കാനായിട്ട് പറയുക, അസഹിഷ്ണുത, കറുപ്പ് കണ്ടാൽ അസഹിഷ്ണുത, അതുപോലെ പാവപ്പെട്ട അടിസ്ഥാന വർഗത്തിൻ്റെ കറുപ്പ് കണ്ടപ്പോഴാണ് പറഞ്ഞത്, കരിമുടി കാണിച്ചപ്പോൾ അത് രക്ഷാപ്രവർത്തനമാണെന്ന് പറഞ്ഞു. അവരുടെ തലക്കടിച്ച് അവർ ഇപ്പോഴും ജീവശവമായി കിടക്കുന്നു. മകളുടെ അക്കൗണ്ടിലേക്ക് കരിമണൽ കർത്തയെ പോലുള്ള കള്ളന്മാരുടെ കയ്യിൽ നിന്നും പണം മേടിച്ചിട്ടിട്ട് മെഴുകുക, ആ PV ഞാനല്ലെന്ന് പറയുക. അന്നേരം ഈ പ്രഹസനങ്ങളെല്ലാം നമ്മൾ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. അന്നേരം അതുകൊണ്ട് ആ വെറുപ്പിൻ്റെ യഥാർത്ഥത്തിൽ UDF നമിക്കേണ്ടുന്നത് പിണറായി വിജയന്റെ പാദത്തിലാണ്. പിണറായി വിജയന്റെ കാര്യം പറയുമ്പോൾ പിണറായി വിജയൻ വിജയിക്കുന്നെങ്കിലും അത് നാണം കെട്ട വിജയം എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. കാരണം ധർമ്മടത്ത് കഴിഞ്ഞാണ് അദ്ദേഹം 50,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം. നമ്മൾ സംസാരിക്കുമ്പോൾ ഏതാണ്ട് 10,000-ന്റെ ലീഡേ ഉള്ളൂ, അദ്ദേഹം 32,000 ലീഡേ ഉള്ളൂ. അത് നാണം കെട്ട തോൽവി. കാരണം പാർട്ടിക്കാർക്ക് തന്നെ ഇത് ബോധ്യപ്പെട്ടോ, CPM-ന് തന്നെ ബോധ്യപ്പെട്ട് കാണണം ഇങ്ങനൊരു ഏകാധിപതിയാണ് തൻ്റെ ഇഷ്ടം. ഈ VD സതീശനെ നമ്മൾ കമ്പയർ ചെയ്ത പോലെ തന്നെ അതേ സ്വഭാവം തന്നെയാണ് ഈ പിണറായി വിജയ്ക്ക് ഉള്ളത്. ഞാൻ ഫുൾ ഫിഗർ, എൻ്റെ തല, എൻ്റെ ഫോട്ടോ, എൻ്റെ ഫുൾ ഫിഗർ, ആ ഒരു രീതിയിലേക്ക് മാറി. ഞാനാണ് സ്റ്റേറ്റ്, ഞാനാണ് പാർട്ടി, ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിച്ചാൽ മതി, ഇങ്ങോട്ടൊന്നും പറയണ്ട. അങ്ങനെയുള്ള ഒരു ഏകാധിപത്യം പ്രവണത ഈ ജനാധിപത്യ കാലത്ത് ഇത്രയും മാധ്യമങ്ങൾ വളരെ ലിബറലായിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്ന സമയത്ത് ഒരു ക്ലിക്കിൽ ഒരു ജനത്തിന് അതിൻ്റെ മറുപുറം എന്താണെന്ന് അറിയാൻ കഴിയുന്ന ഈ ഒരു കാലത്ത് ഇത്തരത്തിലുള്ള ഏകാധിപത്യ പ്രവണതയെ പഴയ പോലെ പാർട്ടിക്കാർ, CPM പ്രവർത്തകർക്ക് എത്രത്തോളം അംഗീകരിക്കാൻ കഴിഞ്ഞു? അങ്ങനെ അംഗീകരിക്കാൻ കഴിയാത്തതിൻ്റെ പരാജയമല്ലേ ഇപ്പോൾ ഈ പിണറായി വിജയൻ അടക്കമുള്ളവർ ഏറ്റുവാങ്ങുന്നത്? തീർച്ചയായിട്ടും. കാരണം ഈ അധികാരത്തിലേറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന അവരുടെ കാഴ്ചയും കേൾവിയും നഷ്ടപ്പെടുക എന്ന് പറയുന്ന ആ ഒരു അധികാരഭ്രമത്തിൽ മയങ്ങി പോകുന്ന ഇതുപോലുള്ള ഏകാധിപതിമാർക്ക് കാലം കാത്ത് വെക്കുന്ന കാവ്യനീതികളാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം. ഇന്ന് TP ചന്ദ്രശേഖരന്റെ കൊല്ലപ്പെട്ട 14-ാം വർഷമാണ്. അതെ, അന്നേരം കാവ്യനീതി. അതെ അതെ അന്നേരം ഒന്ന് ഓർത്ത് നോക്കി, ആ ദിവസം തന്നെ ഫലപ്രഖ്യാപനം വരുന്നു. TP ചന്ദ്രശേഖരനെ എന്തിനു വേണ്ടിയാണോ ഇവർ കൊന്നത്, ആ ദിവസം തന്നെ
എന്തിനു വേണ്ടിയാണോ കൊന്നേ, അത്തരത്തിലൊരു വിമത ശബ്ദം അല്ലെങ്കിൽ ഒരു എതിർസ്വരം ഉയർത്തിയ ആളെ 51 വെട്ടി ഇല്ലാതാക്കിയ ആ പിണറായി വിജയൻ്റെ നാണംകെട്ട വിജയം സമ്മാനിക്കുന്നു. ഈ പാർട്ടിയിൽ നിന്നും തന്നെ ടി.പി. ചന്ദ്രശേഖരന്മാർ കണ്ണൂരിൽ ഉയർത്തെണീറ്റ് ഇവന്മാരുടെ പ്രസ്ഥാനത്തിൻ്റെ കോട്ടക്കൊത്തളങ്ങളുടെ അടിവേരർത്ത് അവരിതാ മിന്നും വിജയം. ഇതാ അവർ പറഞ്ഞ ആരോപണങ്ങളെ ജനങ്ങൾ ഏറ്റെടുത്തു എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് കുഞ്ഞിക്കണ്ണനും. പിന്നെ പയ്യന്നൂരിൽ കുഞ്ഞിക്കണ്ണൻ ജയിച്ചത് 7000-ലധികം വോട്ടിനാണ്. തളിപ്പറമ്പിൽ ടി.കെ. ഗോവിന്ദൻ, അതേപോലെ തന്നെ അമ്പലപ്പുഴയിൽ ജി സുധാകരൻ, ഈ 3 പേരും ഉയർത്തിയത് ബേസിക് ആയിട്ടുള്ള പ്രശ്നമാണ്. പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയത് രക്തസാക്ഷി ഫണ്ട് വെട്ടിപ്പ്, ടി.കെ. ഗോവിന്ദൻ ഉയർത്തിയത് ഈ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദനുമായിട്ട് ബന്ധപ്പെട്ട വലിയൊരു ഉപജാപക സംഘം CPM-ൽ പിടിമുറുക്കുന്നുണ്ട്. അതേപോലെ ജി സുധാകരൻ ഉയർത്തിയത് പ്രായത്തിൻ്റെ പ്രശ്നം, എനിക്ക് മാത്രം ബാധകമല്ല, ബാക്കി പിന്നെ നിങ്ങൾക്കൊക്കെയാണ് ബാധകം എന്നാണ് പിണറായി വിജയൻ്റെ ധാർഷ്ട്യം. ഇതിനെയൊക്കെ പാർട്ടി പ്രതിരോധിച്ചത് ഇവരുടെ പാർലമെന്ററി വ്യാമോഹമാണ് എന്ന് പറഞ്ഞ ഒരു പഴയ ശീല ആവർത്തിക്കുക. പക്ഷെ ഈ 3 പേരും വലിയ വിജയമാണ് നേടിയത്. അപ്പോൾ പാർട്ടി പറയുന്നതിനപ്പുറത്തേക്ക് അണികൾ പോകുന്നു, ചിന്തിക്കുന്നു. പഴയ CPM അല്ല ഇപ്പോഴത്തെ CPM എന്ന് ഈ 3 പേരുടെ ഉദാഹരണം വെച്ച് നമുക്ക് സ്ഥാപിക്കാൻ കഴിയും. അല്ല, തീർച്ചയായിട്ടും. അന്നേരം ഇത് നൽകുന്ന വലിയൊരു സന്ദേശമാണ്. ഒന്ന്, ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഇനിയും ഇതിനൊരു ഉണർവുണ്ടാകുമോ, ഒരു ഉയർച്ചയുണ്ടാകുമോ എന്നത് സംശയകരമാണ്. എങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് പറഞ്ഞ് ഉറപ്പിക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് വളരെ കൃത്യമായ ജനങ്ങളുടെ ഒരു സന്ദേശമാണ്. ഇത്തരത്തിലുള്ള ഏകാധിപതികളാണ് ഈ സോക്കോൾഡ് കമ്മ്യൂണിസ്റ്റുകളുടെ ഹിപ്പോക്രാറ്റുകളായിട്ടുള്ള, പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നതൊന്ന് തരത്തിലുള്ള ഈ നേതാക്കന്മാർക്ക് ജനങ്ങൾ കൊടുക്കുന്ന തക്കതായ മറുപടിയാണ് ഇത്തരത്തിലുള്ള. ഇതിനകത്ത് ഇങ്ങനെയുള്ള ലവിയാത്തന്മാരൊന്നും ഇനിയും ഏകാധിപതികളൊന്നും ഞങ്ങൾക്കിനി ആവശ്യമില്ല. ഇവന്മാർക്കൊന്നും പുല്ലിൻ്റെ വില പോലും. പഴയ ആ വായ്ത്താരികൾ, അതായത് ഏകാധിപതിമാരെ വളർത്തിക്കൊണ്ടിരുന്ന ചില ക്യാമ്പയിനുകളുണ്ട്, ചില വിശേഷണങ്ങൾ. സ്നഗി വെച്ച് കെട്ടി പോകുമ്പോഴും വിളിക്കുന്നത് ഇരട്ടച്ചങ്കൻ, കാല് ഒരു സ്റ്റെപ്പ് പോലും പൊക്കി വെക്കാൻ പറ്റത്തില്ലെന്ന് ഓർക്കണം. അങ്ങനെയുള്ളവന്മാരെ ഇരട്ടച്ചങ്കൻ എന്ന് പറഞ്ഞു വരിക, അങ്ങനെയുള്ളവരെ വിമർശിക്കുന്നവരെ 51 വെട്ടുവെട്ടി കൊല്ലുമെന്നുള്ള ഭീതി ഉണ്ടാക്കുക. അന്നേരം ഇമാതിരി ഉമ്മാക്കികളൊന്നും ഇനി വില പോകില്ല എന്നതിൻ്റെ ഉദാഹരണമാണ് അദ്ദേഹത്തിൻ്റെ പത്നി 3 തവണയായി, ഇപ്പോൾ ഇതാ 3-ാം തവണയും വിജയിച്ചു വരുന്ന നിയമസഭയിൽ ചിലപ്പോൾ ഒരുപക്ഷെ രമ ചിലപ്പോൾ ഒരുപക്ഷെ മന്ത്രി വരെ ആയേക്കാം. അന്നേരം അതുപോലെ തന്നെ എതിർസ്വരം ഉയർത്തിക്കഴിഞ്ഞാൽ 51 വെട്ടോ ഇന്നോവയോ വരുന്ന സ്ഥാനത്ത് ഇന്നതാ അവർ പാർട്ടിക്കെതിരെ മത്സരിച്ച് അവർ പറഞ്ഞ കാര്യങ്ങളെ ജനങ്ങൾ മുഖവിലക്കെടുത്ത് അവർ നെഞ്ചും വിരിച്ച് ജനങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ജനങ്ങൾ അത് ഏറ്റെടുത്ത് അവരെ വിജയിപ്പിച്ചു. ഇയാളുടെ മുഖത്ത് നല്ല ആട്ടും കൊടുത്തു. എനിക്ക് തോന്നുന്നു സുനിലെ, പിണറായി വിജയൻ കൃത്യമായിട്ട് ഈ 10 വർഷം കഴിഞ്ഞ് വിരമിച്ചിരുന്നുവെങ്കിൽ, ഒരു സെക്കൻഡ് ലെയർ ലീഡർഷിപ്പിനെ ഉയർത്തിക്കൊണ്ട് വന്നിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് മലയാളികൾക്കിടയിൽ, പാർട്ടി സഖാക്കൾക്കിടയിൽ വലിയ ഇതിന്റെ ഒരു 10 ഇരട്ടി ഇമേജ് ഉണ്ടാകുമായിരുന്നു. ഞാൻ വിരമിക്കാൻ പോകുന്നു 10 വർഷം കഴിഞ്ഞ്, അടുത്ത ലീഡർഷിപ്പിനെ അദ്ദേഹം വളർത്തിക്കൊണ്ടുവരുന്നു. പാർട്ടിയും ഭരണവും അദ്ദേഹം തന്നെയാണെന്ന സ്ഥിതിക്ക് അദ്ദേഹം തീർച്ചയായിട്ടും അത് ചെയ്യാമായിരുന്നു. പക്ഷെ ചെയ്തില്ല. അതിന് പകരം അദ്ദേഹം വീണ്ടും ഈ 82-ാം വയസ്സിൽ കണ്ണിന്റെ ഓപ്പറേഷനും കഴിഞ്ഞ് അടുത്ത ഒരു അംഗത്തിന് ഭാര്യയുണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങി നിന്നാൽ ജനം അതിനെ എങ്ങനെ സമീപിക്കുന്നതിന്റെ കൃത്യമായ സൂചന തന്നെയല്ലേ ഈ ഒരു അത് കൃത്യമായ സന്ദേശമാണ്. ഈ പിണറായിസത്തിനും മരുമോനിസത്തിനും ജനങ്ങൾ നൽകിയ തക്കതായ ഒരു മറുപടിയാണ്. അന്നേരം ഇതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാൻ ആർക്കും പറ്റത്തില്ല. ഇപ്പോൾ ഏറ്റവും തമാശ എന്ന് പറയുന്നത്, ഇതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കുവാൻ വേണ്ടി വി.ഡി. സതീശനും സതീശൻ്റെ PR ടീമുകളും നടക്കുക. ഇതിനകത്ത് ഈ UDFൻ്റെ മിന്നും വിജയത്തിൻ്റെ ഏക അവകാശികൾ എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. പിണറായി വിജയൻ്റെ ഈ വെറുപ്പീര് കൊണ്ട് മാത്രമാണ് കോൺഗ്രസ്സിൽ UDF രക്ഷപ്പെട്ടത്. അല്ലാതെ എന്താണ് ഒന്ന് ഓർത്തുക, ഇവർക്ക് സംഘടനാപരമായി എന്ത് മികവാണുള്ളത്? അതല്ലെങ്കിൽ എന്തുപരമായ ഒരു എണ്ണയിട്ട ഒരു മെഷീനറി പോലെ ഇവരങ്ങനെ ഒരു യുദ്ധതന്ത്രങ്ങൾ ഉണ്ടാക്കി കൃത്യമായ ഒരു മാനിഫെസ്റ്റോ തയ്യാറാക്കി ഒരു മെറ്റിക്കുലസ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടോ? ഒന്നും തന്നെ നടത്തിയിട്ടില്ല. അതല്ലെങ്കിൽ പിന്നെ ഇവർക്ക് ജനങ്ങളെ കാണിച്ചു കൊടുക്കാനായിട്ട് ഇതാ ഞങ്ങളുടെ ഇടയിൽ ഇതാ ഞങ്ങൾക്കൊരു കൃത്യമായ ഒരു യുവ നേതൃത്വം നിരയുണ്ട്, ഒരു സെക്കൻഡ് ലെയർ ഉണ്ട്. അന്നേരം ഞങ്ങളൊരു കളക്റ്റീവായിട്ട് ഒരു ടീം വർക്കാണ് ഞങ്ങളുടെ ഇവിടെ ഉള്ളത്. എന്തെങ്കിലും ഒരു ടീം വർക്കിൻ്റെ എഫക്റ്റ്
തീർച്ചയായും ഇതിനകത്തുണ്ട്. ടീം UDF എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ വേറെ രസം ഈ വാഗ്ദാനം പത്രയെ കൊടുത്തേക്കുന്നത് സ്ത്രീകൾക്ക് സൗജന്യ അതെ അതെ ഇതൊക്കെ ഈ ഉത്തർപ്രദേശിൽ അത് ഈ ഒറീസയിലും മറ്റേ ഇങ്ങനെയൊക്കെയുള്ള പ്ലേസുകളിൽ കൊടുക്കുന്ന സൈസ് ഇതെന്ന് പറയുമ്പോൾ അന്നേരം എത്രത്തോളം ഇവർ പ്രിപ്പയർഡ് അല്ല, എത്രത്തോളം ക്യാഷ്വൽ ആയിട്ടാണ് ഒരു ഭരണത്തെ സമീപിക്കുന്നതെന്ന് പറയുമ്പോൾ വളരെയേറെ ആശങ്ക ഉണ്ടാകുക. കാരണം ഒന്നോർത്തേക്ക് ഇനി 5 കൊല്ലം ഭരിക്കാൻ പോകുന്നത് ഇത്രയോടെ ഹാപ്പസാട്ട് മാനറിൽ ഒരു മാനിഫെസ്റ്റോ തയ്യാറാക്കി, ഇത്രത്തോടെ ലേസി ആയിട്ട് വന്നു. ഇനി ഇവർ വരാൻ പോകുന്നത് എന്താ നമ്മൾ കേൾക്കാൻ പോകുന്നത്? 10 കൊല്ലം കൊണ്ടെല്ലാം ഭരിച്ച് മുടിപ്പിച്ച് വെച്ചേക്കുകയാണ്, എല്ലാം തകർത്ത് വെച്ചേക്കുകയാണ്, ഖജനാവിൽ പട്ടി വെച്ച് കിടക്കുകയാണ്, പൈശാചികവും മറ്റേ നമ്മുടെ ഇയാൾ പറഞ്ഞ പൈശാചികവും ഭീകരവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി ഇവന്മാരുടെ ഇനി ഇവന്മാരുടെ ഈ ദാരിദ്ര്യം പറച്ചിലും പിന്നെ ഈ തമ്മിലടിയും പള്ളുവിളിയാണ് നമ്മൾ കേൾക്കാൻ വരുന്നത്. അന്നേരം അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാൽ ശരിക്ക് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു വലിയൊരു മാറി ചിന്തിക്കേണ്ടുന്ന ഒരു സമയമാണ്. കാരണം ഈ പാർട്ടിസാൻ പൊളിറ്റിക്സ്, പാർട്ടി അധിഷ്ഠിതമായ ഈ രാഷ്ട്രീയ മുന്നണി സംവിധാനങ്ങൾ നമുക്ക് മാറ്റിമറിക്കേണ്ടുന്ന സമയമായി. ജനാധിപത്യ സംവിധാനത്തിൽ അത് വേണം തീർച്ചയായിട്ടും. അത്ര ഒരു അതിനകത്ത് പറഞ്ഞാൽ ഈ പറയുന്ന ജാതി മത വർണ്ണ അടിസ്ഥാനത്തിലുള്ള ഈ വീതം വെപ്പുകളുണ്ടല്ലോ, നീ മറ്റേ ജാതി അതുകൊണ്ട് അവിടെ നീ മറ്റേ ആണ് നീ അത് ഇങ്ങനെയുള്ള ഗുണവും മണവും ഇല്ലാത്ത ആളുകളെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ നമ്മൾ കമ്പാർട്ട്മെൻറ്റലൈസ് ചെയ്ത് സാമുദായിക സന്തുലിതാവസ്ഥയാന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം വരുമ്പോൾ എന്ത് ചെയ്യും? ഇതിൻ്റെ ക്രിമിലെയർ മേളി വരുമ്പോഴത്തേക്കും എല്ലാം ഇപ്പോൾ ഏത് സമുദായക്കാരാണ് നമുക്കറിയാം. അന്നേരം ഇതൊക്കെ വെറും പ്രഹസനമാണെന്ന് മനസ്സിലാക്കി ഓരോ മനുഷ്യൻ്റെയും കഴിവിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഓരോ മേഖലയും മികവുറ്റ ആളുകൾ മുന്നോട്ട് വന്നുള്ള ഒരു പുതിയ സംവിധാനങ്ങളിലേക്ക് നമുക്ക് ഉണ്ടാവണം. ഇനി നമുക്ക് വിട്ടിട്ട് നമ്മുടെ ഒരു പഴയ പ്രവചനത്തിലേക്ക് വരാം. പഴയതല്ല, അടുത്തിടയ്ക്ക് നമ്മൾ പറഞ്ഞിരുന്നു BJPക്ക് 3 സീറ്റുകൾ ലഭിക്കുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതെ. അപ്പോൾ ഇപ്പോൾ നമുക്ക് 2 സീറ്റുകളാണല്ലോ. ഒന്ന് നേമത്ത് രാജീവ് ചന്ദ്രശേഖർ, അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. നമ്മൾ 6000 എന്നുള്ള ഫിഗർ വരെ ഭൂരിപക്ഷം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 6000 വരെ എന്നൊരു കാൽക്കുലേഷൻ നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷെ പിന്നീട് എല്ലാവരും മഞ്ചേശ്വരം, പാലക്കാട് ഇങ്ങനെ പോയി. പക്ഷെ ചാത്തന്നൂര് ആരും ശ്രദ്ധിച്ചില്ല. അവിടെ BB ഗോപകുമാർ എന്ന് പറഞ്ഞ പഴയ ഈ കോൺഗ്രസ് നേതാവ്, അദ്ദേഹം SNDPയുടെ നേതാവാണ്, അദ്ദേഹമാണ് ഇപ്പോൾ അവിടെ ലീഡ് ചെയ്യുന്നത്. എനിക്ക് സുനോട് ചോദിക്കുന്നത് അതല്ല, ഈ 2 സീറ്റല്ല, വേറെ 3 പേര് ഉണ്ട്. അവരെ കുറിച്ചാണ്. ഒന്ന് കാഞ്ഞിരപ്പള്ളിയിൽ ഒരു ജോർജ് കുര്യൻ, പിന്നീട് PC ജോർജ് മകൻ, ഈ 3 പേർ. ഇത് ജോർജ് കുര്യൻ ഇവിടെ മന്ത്രിയാകാൻ വേണ്ടി വന്നാ തോന്നുന്നില്ലേ? ജോർജ് കുര്യനൊക്കെ ഇവിടെ എന്ത് കാര്യത്തിൽ മത്സരിച്ചെന്ന് അയാൾക്കൂടെ അറിയില്ല. ഒരു ചൊല്ലുണ്ട്, ഈ empty vessels create noise എന്ന് പറയും. അതായത് എന്തുമാത്രം ഒച്ചപ്പാടുകളാണ് ഈ തന്തയും മോനും. പിന്നെ മറ്റേ പുള്ളി ഒരു അപ്പാവിയാന്ന് വെക്കാം. നമ്മൾ ഇങ്ങനെ ഒരു കേന്ദ്രമന്ത്രി ഇവിടെ ഈ നാട്ടില് ഉണ്ടെന്നുള്ളത് പുള്ളി പോലും തിരിച്ചറിഞ്ഞിട്ടില്ല. ഇത്ര നാളായിട്ട് പോലും എന്റെ പദവി ഇതാണെന്ന് പാവം ജോർജ് കുര്യൻ പോലും മനസ്സിലായിട്ടില്ല. സുരേഷ് ഗോപി പിന്നെ ഇങ്ങനെ അത് പിന്നെ കഥയില്ലാത്ത മറ്റേ ഇങ്ങനെ അന്നേരം അത് നമുക്കൊരു ഇത് കാണുമ്പോൾ ആളുകൾക്ക് ഒരു ചിരിക്കാനുള്ള ഒരു ഫണ്ണി ക്യാരക്ടറായി മാറി. പക്ഷെ ഈ തന്തയും മോനും വെച്ച ഒച്ചപ്പാടുകളും ബഹളവും ഒക്കെ നോക്കുമ്പോൾ മിനിമം ഇവന്മാര് ഏറ്റവും വലിയ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ശരിക്ക് BJPയുടെ അക്കൗണ്ട് തുറക്കേണ്ടുന്നത് സെൻട്രൽ ട്രാവൻകൂറിൽ ഈ തന്തയും മോനും കൂടെ ആയിരുന്നു ഇവന്മാരുടെ ഈ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോഴത്തേക്കും കൊണ്ടുവരേണ്ടിരുന്നത്. നാണം കെട്ട ഈ ജോർജും ഈ അലബലാതി ജോർജും അവൻ്റെ ആ വിടുവായും ചെറുക്കിന് മനസ്സിലാക്കട്ടെ, നിനക്കൊക്കെ ഇത്രേ വില ജനങ്ങൾ കൽപ്പിക്കുന്നുള്ളൂ. നിന്റെ വീട്ടിൽ പോലും നിനക്കൊക്കെ നീ ഒന്ന് ആലോചിച്ച് നോക്കുക എന്തെങ്കിലും വില വീട്ടുകാർ തരുന്നുണ്ടെന്ന്. കാരണം പട്ടിയുടെ വില പോലും ഇവന്മാരെ ആരെയും നസ്രാണികളുടെ കൂട്ടെ കൂടത്തില്ല. ഇവന്മാരെ ആരും ജംഗ്ഷനിൽ ഇറങ്ങുന്ന പോലും ഈ തന്തയും മോനെ ഇത് അവസാനം സ്വയം ഒരു പാർട്ടി ജനപക്ഷം ആരും വേണ്ടെന്ന് ഒരു പക്ഷത്തും ഇല്ല, അപ്പനും മോനും മാത്രമുള്ള പക്ഷത്ത്. എന്നിട്ട് ഇവന്മാരെ അവസാനം ഈ പറഞ്ഞ പോലെ അയാൾ തന്നെ പറഞ്ഞു, എൻ്റെ പൊന്നാണ് ഈരാട്ടുപേട്ട ജംഗ്ഷനിൽ ഇറങ്ങി നിൽക്കാൻ ശേഷിയില്ല, ഇവന്മാരെ ഇടിപ്പിച്ച് കാക്കച്ചക്കന്മാരെ ഇടിച്ച് തൂറിക്കുക. അതുകൊണ്ട് ഞങ്ങൾ പ്രാണരക്ഷാർത്ഥമാണ് പോയത്. RSS അന്നേരം ഞങ്ങൾ ഇതുപോലെ റിക്വസ്റ്റ് ചെയ്ത് ഞങ്ങളെ ഇടിച്ച് പഞ്ചറാക്കുന്ന പറയുമ്പോഴത്തേക്ക് RSSകാർ ഒരു റൂട്ട് മാർച്ച് എൻ്റെ വീടിൻ്റെ വാതിൽ കൊണ്ട് നടത്താൻ ശേഷമാണ്. അന്നേരം അതിന് മുമ്പ് SDA പറഞ്ഞ സ്വലാത്തൊക്കെ മറ്റേ ഖുർആൻ പ്രഭാഷണമൊക്കെ നടത്തുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ കോയമാർ തോറ്റു പോകുന്ന തരത്തിലുള്ള പ്രഭാഷണങ്ങളൊക്കെ പുള്ളി നടത്തി. അന്ന് വോട്ട് ചെയ്തപ്പോഴത്തേക്കും കോയമാർ കൊള്ളായിരുന്നു. അന്നത്തെ ഇവനെ കൂവി കഴിഞ്ഞപ്പോഴത്തേക്കും കോയമാരെ കൊല്ലാൻ നടക്കുന്നു. അന്നേരത്തേക്കും വർഗീയത പറഞ്ഞ് ഇപ്പുറത്തേക്ക് ചാടി. അന്നേരം BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വെക്കാൻ പറ്റാവുന്ന ഒരു വീതിയുള്ള തോള് വേണമായിരുന്നു. അത് തന്തയുടെ തോളെ വെച്ച് മോനെയും കൂടെ ചേർത്ത് നിർത്തി അവർ ഓപ്പറേറ്റ് ചെയ്തു. പക്ഷേ ഇത് മനസ്സിലാക്കേണ്ടത്
BJP മനസ്സിലാക്കേണ്ടത്, ഈ തന്തയും മോനും മനസ്സിലാക്കേണ്ടത് ഈ പരിപാടിയുടെ വേഗത്തില്ല. കാരണം നിങ്ങൾ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ ഈ പരിപാടി നോക്കി, ഇത് കേരളത്തിൽ വേഗത്തില്ല. ഈ വർഗീയതയും ഈ പരിപാടിയും ഇവിടെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് കേരളത്തിൽ നടക്കത്തില്ല, വേറെ പല സ്ഥലങ്ങളിൽ നടക്കുമായിരിക്കും. അതുകൊണ്ട് ഇത് അവസാനം നിങ്ങൾ ഇനി ഈ അമേദിയും ജോർജിനെയും അവൻ്റെ ചെറുക്കനെയും നിങ്ങൾ സത്യം പറഞ്ഞാൽ ഒരു 5 to 10 വരെ സീറ്റ്സ് BJP കിട്ടിയത് ഈ തന്തയും മോനെയും. അതുപോലെ തന്നെ ഈ BJP കാണിച്ച രാജീവ് ചന്ദ്രശേഖർ കാണിച്ച ഒരു മണ്ടത്തരം. അതെ, ഇപ്പൊ ജോർജ് കുര്യന് തിരിച്ചു പോകാൻ ഒരു സ്ഥലമുണ്ട്, ഡൽഹിയിലേക്ക് പോവാം. ഇവരുടെ ഭാവി എന്തായിരിക്കും സുധിന്റെ ഒരു കാഴ്ചപ്പാട്ടില്? ഇനിയും മറ്റേ ജഗതിയുടെ വീട് പറഞ്ഞ പേയാട് കിടപ്പുണ്ട്. ജഗതിയുടെ മറ്റേ ഇൻഷുറൻസ് പൈസ കിട്ടിയ 8-10 കോടി രൂപയുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ജട്ടി സാബുവിനെ പറ്റിച്ചതും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇവന്മാരെ ശരിക്കും വലിപ്പിച്ച പണം ഇവന്മാരുടെ ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് ഇവന്മാർ പൊട്ടന്മാരൊന്നും കരുതരുത്. തന്തയും മോനും ജഗതിയെ വലിപ്പിച്ചാണെങ്കിലും നാട്ടുകാരെ വലിപ്പിച്ചാണെങ്കിലും BJPക്കാരെ വലിപ്പിച്ചാണെങ്കിലും ഇഷ്ടം പോലെ പണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവന്മാർ ആര് ജീവിച്ചില്ലെങ്കിൽ ഇവന്മാർ ജീവിക്കും. ഇവന്മാരുടെ വായിൽ പ്ലാസ്റ്റർ ഒട്ടിച്ചുകൊണ്ട് ഇവന്മാർക്ക് തന്നെ വീട്ടിൽ അടങ്ങിയിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവന്മാർ തന്നെ സ്വന്തമായിട്ട് അടി കിട്ടുമെന്ന് പിടിച്ചിട്ട് ഇവന്മാർ തന്നെ സ്വന്തമായിട്ട് അപ്പൻ മോനെ ഒട്ടിച്ചു കൊടുക്കും, മോനെ അപ്പനും ഒട്ടിച്ചു കൊടുത്ത് ഇവന്മാർ കിഴക്കോട്ട് തിരിഞ്ഞ് ഇനിയുള്ള കാലം ഇരിക്കാനാണ് സാധ്യത. അതുപോലെ ഇവരുടെ രണ്ടുപേരുടെ കാര്യം പറയുമ്പോഴാണ് നേരത്തെ ഈ പറഞ്ഞ സാബു എം ജേക്കബ് ഇടയ്ക്ക് കേട്ടതാണ് 2020, പിന്നെ കുറച്ചാൾ കേട്ടില്ല. പിന്നെ നമ്മൾ കേൾക്കുന്നത് ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടാണ്. BJPയുടെ ഘടകകക്ഷിയായിട്ട് 19 സീറ്റാണ് കൊടുത്തത്, 1, 2 അല്ല 19 സീറ്റ്. ആ 19 സീറ്റിൽ മത്സരിച്ചവരുടെ ക്വാളിഫിക്കേഷൻ നോക്കുക, എന്ത് രാഷ്ട്രീയ അടിത്തറയാണ്, എന്ത് ജനപിന്തുണയാണുള്ളത്. സാബുവിന്റെ ഒരു അവസ്ഥ എന്തായിരിക്കും ഈ പറയുന്നത്? സാബു ജേക്കബ്, അതായത് സാബുവിന് 19 സാബു ജേക്കബ് തന്നെ തനിക്ക് 19 സീറ്റ് തന്നു എന്ന് പറയുമ്പോൾ സാബു ജേക്കബ് തന്നെ ആദ്യമേ പൊട്ടിച്ചിരിച്ചെന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിച്ചിട്ട് സാബു അന്നേരം പറഞ്ഞു, ഡേ 19 സീറ്റ് കിട്ടി, നമ്മൾ ആരെ മത്സരിക്കും, കൂടെ ആരുമില്ല. ഇയാളുടെ ഒരു സഹോദരനുണ്ട്, അയാളാണ് ഇയാളുടെ കൂടെ പാർട്ടിയിലൊന്നും നിൽക്കത്തില്ല, കൂടെ ആരുമില്ല. അവസാനം ഈ ടെലിഫിലിം പരിപാടികൾക്കൊക്കെ പോകുന്ന ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഉണ്ട് തങ്കപ്പനോട് വിളിച്ച് പറഞ്ഞു, തങ്കപ്പ 19 സീറ്റ് മത്സരിക്കാൻ വേണ്ടി കിട്ടിയിട്ടുണ്ട്, ഞാനൊരു ആവേശത്തിന് പറഞ്ഞു പോയതാണ്, നമുക്ക് ആരെയെങ്കിലും പറ്റാവുന്ന ആളുകൾ വേണം പറഞ്ഞപ്പോൾ തങ്കപ്പനാണ് സജസ്റ്റ് ചെയ്തത്. മറ്റേ സംഘനൃത്തത്തിന് പോകുന്ന തങ്കമ്മയും മറ്റേ അവരുടെ സംഘവും അങ്ങനെ കുറേ പെണ്ണുങ്ങളെ സംഘനൃത്തത്തിന് 100 ഡാൻസുകാരെയൊക്കെ സിനിമയ്ക്ക് പോകുമ്പോൾ നമുക്കറിയത്തില്ലോ എക്സ്ട്രാ ആക്ടേഴ്സ് ആയിട്ട് പോകുന്നത്, അവരെ നമ്മൾ അവമാനിക്കുന്നില്ല, ആള് വേണ്ടേ, ഇവൻ്റെ കൂടെ പോകുമ്പോൾ കൊള്ളാവുന്ന ആരെങ്കിലും പോരുമോ, അങ്ങനെ സംഘനൃത്തക്കാർ. പിന്നെ ടിക്ടോക്ക് താരങ്ങൾ, അങ്ങനെ ടിക്ടോക്ക് കിളി പോയി നടക്കുന്ന ടിക്ടോക്ക് താരങ്ങളെ കൊള്ളാവുന്നവരാരെങ്കിലും മറ്റേ ഉണ്ട്. അങ്ങനെ പോയി കഴിയുമ്പോഴത്തേക്കും ഈ സംഘനൃത്തക്കാർ തന്നെ പറഞ്ഞു, സാറേ നമ്മുടെ ചിഹ്നം എന്നാ ചോദിച്ചപ്പോഴത്തേക്കും ചക്കാന്ന് കേട്ടപ്പോഴത്തേക്കും കൊള്ളാവുന്ന സംഘനൃത്തക്കാരും പോയി. ആരോട് എങ്ങനെ പോയി വോട്ട് ചോദിക്കുന്ന ഒരു മാന്യമായ ചിഹ്നമെങ്കിലും വേണ്ടേ. അങ്ങനെ ടിക്ടോക്കുകാരെയും ഈ തട്ടിക്കൂട്ടുകാരെയും മറ്റേ കിളി പോയ മറ്റേ നമ്മുടെ അടുത്ത് അവൻ്റെ പേരെന്തായിരുന്നു ഇവിടെ നിർത്തിയ ബിഗ് ബോസിനെ അങ്ങോട്ട് പോയ റോബിനല്ല, ബിഗ് ബോസിൽ പോയ മറ്റൊരു ചെണ്ടടിക്കാരൻ അഖിൽമാരാൻ. അന്നേരം ഇതുപോലെ ഈ അതൊക്കെ പോട്ടെ. ഇതിനകത്ത് ഈ സംഘനൃത്തക്കാരെ കൊണ്ടുവന്നപ്പോൾ ചിലർക്ക് ആധാർ കാർഡ് ഇല്ല, ചിലർക്ക് തെരഞ്ഞെടുപ്പ് കാർഡിൽ വോട്ട് പോലും ഇല്ലാത്ത ആൾക്കാർ, 4-5 പേര് വോട്ട് പോലും ഇല്ലാത്ത സ്ഥാനാർത്ഥികൾ, കേട്ട പാതി കേൾക്കാത്ത പാതി. ഇയാൾ പറഞ്ഞിരുന്നു വെച്ചാൽ എനിക്ക് 19 സീറ്റ് തന്നാൽ മതി, ഒരു പൈസയും വേണ്ട. ഒരു തവണ അത് ചർച്ച ചെയ്ത ഈ ഘട്ടത്തിൽ അത് മിഷൻ 250യുടെ ഏറ്റവും വലിയ ഇമ്പാക്റ്റ് ആയിട്ട് നമുക്ക് പറയാം. കാരണം അതെ, കാരണം നമ്മളത് ജനങ്ങളെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു ജാഗ്രതയും. ഇപ്രകാരം ഒരു ഉടായ്പ സംഘം വരുന്നുണ്ട്, ഈ ട്രോജൻ, അതെ നമ്മൾ പറഞ്ഞ വേർഡ് ഇതാണ്, ട്രോജൻ സാബു, ട്രോജൻ കുതിരയാണ് സാബു. ഇയാൾ പിണറായി വിജയന്റെ ട്രോജൻ കുതിരയാണ്. ഈ 19 അഡ്രസ് ഇല്ലാത്ത ആളുകളെ, ജയിക്കാൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത ആളെ നിർത്തുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ BJP എന്ന് കേട്ട് കഴിഞ്ഞാൽ, NDA എന്ന് കേട്ട് കഴിഞ്ഞാൽ വോട്ട് ചെയ്യാൻ പറ്റാത്ത ചില അച്ചായന്മാരുണ്ട്, അതുപോലെ ചില ആളുകളുണ്ട്. അന്നേരം 2020 എന്ന് കേൾക്കുമ്പോഴത്തേക്കും അവർ എന്താ പറയുന്നത്, അവർ ഇച്ചിരി മൈൽഡാവും. അന്നേരം ഇങ്ങനെയുള്ള കോൺഗ്രസ്സിന് പോകാൻ സാധ്യതയുള്ള ഓരോ മണ്ഡലത്തിൽ നിന്നും ഒരു 4000 മുതൽ 8000 വരെ കോൺഗ്രസ്സിന് പോകാൻ സാധ്യതയുള്ള വോട്ടുകൾ ഭിന്നിപ്പിക്കുക. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ സ്ട്രോങ് ഹോൾഡ് ഏരിയയായ യാക്കോബായ സമുദായാംഗങ്ങൾ ഒരു 7-8 ലക്ഷം ആളുകൾ താമസിക്കുന്ന പെരുമ്പാവൂർ, കോതമംഗലം, ഈ ആ മേഖലകളൊക്കെ
അവിടെ ആ യാക്കോബായ സമുദായാംഗങ്ങളുടെ പരമാവധി വോട്ട് 2020 മേടിച്ച് അത് ഫലത്തിൽ NDAക്ക് ഗുണകരമാകുകയും ഇടതുപക്ഷത്തിന് അതിൻ്റെ നേട്ടം ഉണ്ടാകാനും പറ്റാവുന്ന തരത്തേക്ക് ഒരു സ്ട്രാറ്റജിയാണെന്ന് നമ്മൾ എനിക്കത് ഓർമ്മയുണ്ട് പറഞ്ഞത് പലവട്ടം നമ്മളത് ഞങ്ങളെ ബോധ്യപ്പെടുത്തി. അത് ഭയങ്കരമായിട്ട് ജനങ്ങൾ മനസ്സിലാക്കി. യാക്കോബായ സമുദായങ്ങൾ ഇവന്മാരെ കാലുമടക്കി അടിച്ചു. ഇവന്മാരുടെ ഈ കൂടച്ചക്ക എടുത്ത് അവന്മാർ ആറ്റിക്കളഞ്ഞു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇവന്മാരുടെ നാണം കിട്ടുക. ഒരു ഇമ്പാക്റ്റെങ്കിലും ഒരു സ്ഥലത്ത് പോലും ചരിത്രപരമായ ആ സ്ഥാനാർത്ഥികൾ പോലും UDF സ്ഥാനാർത്ഥികൾ പോലും ഞെട്ടിപ്പോയി. എനിക്ക് ഇതിനും മാത്രം പോപ്പുലാരിറ്റിയോ എന്ന് ചിന്തിക്കുന്ന തരത്തിലേക്കുള്ള സതീശന് മാത്രമേ ഇത്രയും ഇത് എന്താ പറഞ്ഞ ഭൂരിപക്ഷം കിട്ടാത്തുള്ളൂ. ബാക്കിയുള്ള സകല കുറ്റിച്ചൂലുകൾക്കും 20,000 25,000 ഒക്കെ കുറഞ്ഞ ആളുകളില്ല. ആ അവസ്ഥ ഉണ്ടായത് ജനങ്ങൾക്ക് നമ്മൾ ആ നൽകിയ ഒരു മുന്നറിയിപ്പാണ്, ആ ഒരു തിരിച്ചറിവാണ്. അതുപോലെ സുനിലിന് കേരള കോൺഗ്രസ് രാഷ്ട്രീയം അത്യാവശ്യം അറിയാവുന്ന ആളെന്ന നിലയ്ക്ക് ഞാൻ ചോദിച്ചത്, മാണി കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താവും? നിന്ന എല്ലാ സീറ്റുകളിലും 100% പരാജയം ഉറപ്പാക്കിയൊരു പാർട്ടിയാണ്. ഇടയ്ക്ക് അവർ ജോസ് കെ മാണി UDFിലേക്ക് പോകാനുള്ളൊരു സാധ്യത വന്നു. അത് റോഷിയാണ് അത് അടച്ചത്. വേണ്ട, ഇവിടെ തന്നെ നിൽക്കും. ഇനി എന്തായിരിക്കും അവരുടെ ഒരു ഭാവി? അവിടെ ഇല്ല. കാരണം അധികാരമില്ലെങ്കിൽ കേരള കോൺഗ്രസ് ഇല്ല. അതാണ് ചരിത്രം. ഇപ്പം നമ്മൾ കഴിഞ്ഞൊരു എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഈ പിണറായിയുടെ അടിയന്തരവും മാണിച്ചക്കൻ്റെ ശവടക്കും ഇന്ന് ഒരുമിച്ച് നടക്കുമെന്ന്. യഥാർത്ഥത്തിൽ ഈ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ ശവമടക്കായിരുന്നതാണ്. യഥാർത്ഥത്തിൽ അത് മാണി അന്തരിച്ചതോടെ അത് തീരേണ്ടതായിരുന്നു. എന്നാൽ ഈ മാണിച്ചക്കൻ അവൻ്റെ അപ്പനെ അപമാനിച്ച എന്തൊക്കെ തരത്തിലാണ് ഈ KM മാണിയന്മാരെ അപമാനിച്ചത്? ഇപ്പോഴും മറ്റേ ആ ശിവൻകുട്ടിയുടെ വട്ട് കാണാം, മറ്റേ നിയമസഭയിലെ അവൻ്റെ മുണ്ടും മടക്കി കൊത്തി കാണിച്ച് അഭ്യാസമൊക്കെ കാണുന്നു. അന്നേരം അതുപോലെ പണമെണ്ണുന്ന മെഷീൻ ഉണ്ടെന്ന് പറഞ്ഞത് എന്തൊക്കെ ആരോപണം, മറ്റേ ആ കള്ളുകച്ചവടക്കാരൻ നടത്തിയ ആരോപണങ്ങൾ. അങ്ങനെ ഇവൻ്റെ അപ്പനെ പരസ്യമായി വ്യഭിചാരം ചെയ്ത അവരുടെ കൂടെ അവരുടെ ആ കുറുമുന്നണിയിൽ പോയി അഭയം പ്രാപിച്ചു. അങ്ങനെ ഈ അപ്പനെ വഞ്ചിച്ചവന്മാരുടെ കൂടിയവൻ എന്നുള്ള ഒരു തരത്തിലേക്ക് പോയി. അന്നേരത്തെ ആ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇവന്മാർ കുറച്ച് സീറ്റ് വിജയിച്ച് കിട്ടി. അതിനുശേഷം വീണ്ടും ഈ തവണ 12 സീറ്റുകളിൽ മത്സരിച്ചു. 12-ൽ 12ഉം പരാജയപ്പെട്ടു. അന്നേരം ഈ വെളിവില്ലാത്ത ഈ ചെക്കനും അവൻ്റെ ഈ അപ്പൻ്റെ പുറകെ തോന്നിയ കുറേ വാൽകഷ്ണങ്ങൾക്കും ഇനി രാഷ്ട്രീയ കേരളത്തിൽ യാതൊരു പ്രസക്തിയുമില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾ വിധി എഴുതിയതാണ്. അന്നേരം അതുകൊണ്ട് തന്നെ ഇനിയെന്ന് പറഞ്ഞാൽ ഇനി ഇവർക്ക് എന്താ പ്രസക്തിയുള്ളത്? ഇനി ഇടതുപക്ഷം തീർന്നു. ഇവന്മാരെ സംബന്ധിച്ചിടത്തോളം ഇനി ഇവന്മാരുടെ പ്രസക്തി എന്താ? ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും മാണിച്ചക്കനെ റോഷി അഗസ്റ്റിൻ ചീത്ത വിളിക്കും, അവനെ ഇവൻ പറയും, ഇവൻ്റെ ബിനാമി സ്വത്തുക്കളും കള്ളങ്ങളെക്കുറിച്ചും വേറെ ആരെങ്കിലുമൊക്കെ പറയും. അവസാനം ഇവന്മാരെ തമ്മിൽ തല്ലി. പിന്നെ ഇവനെ സംബന്ധിച്ചിടത്തോളം തന്ത ഉണ്ടാക്കിക്കുന്ന ഇഷ്ടം പോലെ ബിനാമി സ്വത്തുക്കളൊക്കെ ഉണ്ട്. അതൊക്കെ ആസ്വദിച്ച് ശിഷ്ടകാലം ജീവിക്കുക എന്നുള്ള തലത്തിലേക്ക് മാണിച്ചക്കം പോകും. ബാക്കിയുള്ള ഉമ്മാർക്കാണ് അഡ്രസ് ഇല്ലാതെ പോകുന്നത്. CPM-ന് ഒരു തകർച്ച. ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ സീറ്റിൻ്റെ എണ്ണത്തോളം മാത്രമേ CPM-നും വന്നിട്ടുള്ളൂ, ഏകദേശ കണക്ക്. അതായത് ഒരു ചെറിയൊരു പാർട്ടിയായിട്ട് ഇന്ത്യയിൽ CPM കേരളത്തിൽ ഒതുങ്ങിപ്പോയി. പശ്ചിമബംഗാളിലൊന്നും ഇപ്പം കാണാൻ പോലും ഇല്ല. എന്തായിരിക്കും CPM-ന്റെ ഒരു ഭാവി കേരളത്തിൽ? ഇപ്പോൾ കേരളത്തിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് CPM-നെയും മുസ്ലിം ലീഗിൽ നിന്നും കമ്പയർ ചെയ്യാൻ പാടില്ല. അതെ, ഒരു പ്രഷർ ഗ്രൂപ്പായിട്ട് അവർ കണ്ടല്ലോ. 25 സീറ്റ് മത്സരിച്ചാൽ 23-ലും വിജയിച്ചെടുക്കുക ഇവർക്ക് പറ്റുമോ? ഏതാണ്ട് എല്ലാം കൂടി സ്വതന്ത്രന്മാരടക്കം ഒരു 90 പേരെ മത്സരിപ്പിച്ച CPM-ന്റെ LDF-ന്റെ അവസ്ഥ എന്താ? എല്ലാവരും ദയനീയമായി പരാജയപ്പെട്ടു. അന്നേരം ഇവരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് കൃത്യമായിട്ടും ഈ പറയുന്ന ഒരു ഇസത്തിന്, ഒരു കമ്മ്യൂണിസം എന്ന ഒരു ഇസത്ത് കാലഹരണപ്പെട്ടതാണെന്നും ഇതൊരു വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്ന് പറയുന്ന ഇവന്മാർ തന്നെ പറഞ്ഞ വൈരുദ്ധ്യമായ കാര്യങ്ങൾ. ഇവന്മാർ തൊഴിലാളി ഇവിടുത്തെ അടിസ്ഥാന ആശാവർക്കർമാരെ തെറി പറഞ്ഞിട്ട് ഒരു കൈ യൂസഫ് അലിയുടെ തോളിലും മറ്റേത് അദാനിയുടെ തോളയിൽ വിട്ടിട്ട് അവൻ്റെ പൈസയും കൊണ്ട് ആസ്ഥാന മന്ദിരം, ഏറ്റവും വലിയ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ആസ്ഥാന മന്ദിരവും AC ആഡംബര ഓഫീസ് സംവിധാനങ്ങളും എല്ലാം ഉണ്ടാക്കി മിനിമം ജലദോഷപ്പനി വന്നാൽ ചികിത്സിക്കാൻ വേണ്ടി മയോ ക്ലിനിക്കിൽ പോകുന്ന ഈ കമ്മ്യൂണിസം. എന്നാൽ ഈ നാറിയ കമ്മ്യൂണിസത്തെ എന്ന് പറഞ്ഞാൽ ആളുകൾ കവളമടലെടുത്ത് അടിച്ച് ഓടിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം ഇതിനകത്തൊന്നും ഒന്നുമില്ല, വെറും ഉടായ്പ് ആണ്. ഈ തന്തയും മോൻ്റെയും ഒക്കെ ഇവരുടെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിയാണ്. ജനങ്ങളെ ഭയപ്പെടുക, ജനങ്ങളുടെ ഇടയിലേക്ക് പോകുന്നത് 42 അകമ്പടി വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി.
ആരെങ്കിലും ഒരു കരിങ്കൊടി കാണിച്ചു കഴിഞ്ഞാൽ അവനെ തല്ലി ചതയ്ക്കുന്ന അസഹിഷ്ണുത. ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി, ഒരു തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ ഒന്ന് ഓർത്തുക, ഇവിടുത്തെ തൊഴിലാളി അടിസ്ഥാന വർഗത്തിൻ്റെ അവസ്ഥ. ഈ പറഞ്ഞ പോലെ ഇവൻ എന്താ ചെയ്തത്? ഈ 2 ലക്ഷം കോടിയിൽ നിന്നും 6 ലക്ഷം കോടിയിലേക്ക് കടം ഉയർത്തി. ഈ നടത്തിയ ക്ഷേമ പെൻഷൻ പിണറായിയുടെ വീട്ടിൽ നിന്ന് കോരം വിജയൻ ഉണ്ടാക്കിയതാണ് കൊടുത്തതല്ല. ഈ സംസ്ഥാനത്തിൻ്റെ ആളോഹരി കടം കൂട്ടി കടമെടുത്ത് ഈ ഒന്നുമില്ലാതെ നിൽക്കുന്ന ഈ ചില തന്തപ്പടിമാരുണ്ട്, തെണ്ടി തിരിഞ്ഞിരിക്കുമ്പോഴും നല്ല വെള്ളയും ഒക്കെ ഇട്ട് നിന്നിട്ട് എന്ത് ചെയ്യും? അടുത്തവൻ്റെ കടം മേടിച്ചിട്ട് അവൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് ഇവിടേക്ക് കൊടുക്കും. ഇങ്ങനെ കടന്ന് അവസാനം ഒരു സുപ്രഭാതത്തിൽ ഇയാൾ തട്ടിപ്പോവും. നോക്കിക്കഴിയുമ്പോഴത്തേക്കും എല്ലാം കടം, വസ്തുവകളില്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞ പോലത്തെ കേരളത്തെ നിത്യദാരിദ്ര്യത്തിലേക്കും കടത്തിലേക്കും യാതൊരു മാനദണ്ഡവുമില്ലാതെ കുറേ കടവും എടുത്ത് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ച് പോയ ഒരു മാനിപ്പുലേറ്റർ. അവൻ 10 കൊല്ലം ഇങ്ങനെ ഒപ്പിച്ചു പോയി. അത്രയും അതേ ഉള്ളൂ. ഈ സുനിൽ, അവസാനമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന സന്ദേശം എന്താണ്? ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത് വളരെ കൃത്യമായൊരു സന്ദേശമാണ്. അങ്ങനെയുള്ള ചില നറേറ്റീവുകൾ നമുക്കറിയാം. ചില ക്യാമ്പയിനുകളുടെ ചിലരുടെ ഒരു വിചാരമുണ്ട്, ഈ PR ക്യാമ്പയിനുകളുടെ കംപ്ലീറ്റ് മാനിപ്പുലേഷൻ നടത്തിയാൽ അതെ, കുറച്ച് ഫ്ലെക്സ് വെച്ചു, കുറേ മാധ്യമങ്ങളെ കയ്യിലെടുക്കുക, കുറേ ഫ്ലെക്സ് എടുക്കുക, PR ഏജൻസി വെക്കുക, ഒരു ഡിജിറ്റൽ മീഡിയ ടീം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു നെറേറ്റീവ് ഉണ്ടായാൽ, ഒരു സ്ട്രാറ്റജിസ്റ്റ് ഏതെങ്കിലും കനകോലുവോ അല്ലാത്ത കോലുവോ ഒക്കെ ഇരുന്ന ഒരു നെറേറ്റീവ്, ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കി ആ തിരക്കഥയ്ക്ക് അനുസരിച്ചിട്ട് ഒരു നാടകം നടത്തിയാൽ ജനങ്ങളെല്ലാം ഇതെല്ലാം തൊണ്ട തൊടാതെ വിഴുങ്ങി ഇതെല്ലാം വിശ്വസിച്ച് അവരങ്ങ് ഇവർ പറയുന്നത് കേട്ട് പോന്നു. അതെല്ലാം പോയി. അത് കൃത്യമായിട്ടും അത് സതീശനും മനസ്സിലായിട്ടുണ്ട്, പിണറായി വിജയൻ മനസ്സിലുണ്ട്. പിണറായി വിജയന് നാണം കെട്ട തോൽവി സർക്കാരിന് ഇത് കൊടുക്കുമ്പോൾ തന്നെ വി ഡി സതീശൻ എന്തിനു വേണ്ടിയാണോ ഇത്രയും നാറിത്തരങ്ങൾ, ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഈ സോഷ്യോപാത്ത് ഇത്രയും കാര്യങ്ങൾ ചെയ്തത്, അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല എന്ന് ജനങ്ങൾക്ക് ബോധ്യമാകുന്ന രീതിയിൽ കണ്ടില്ലേ? ഇത്രയും ജനകീയനായ ആൾക്ക് വോട്ടെണ്ണുകയുമ്പോൾ ആദ്യഘട്ടത്തിൽ തോക്കുമോ എന്നുള്ള പേടി അയാൾ മണിക്കൂറുകളോളം ചെലവഴിച്ചു. ഒരു ഏറ്റവും ജനപ്രതി പോലും ഇല്ലാത്ത, ഒരു അഡ്രസ്സ് ഇല്ലാത്ത ഒരാൾക്ക് കിട്ടുന്ന ഒരു ഭൂരിപക്ഷം പോലും ഇയാൾക്ക് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അതിൽ പരം ഒരു അപമാനം, പരാജയത്തിന് തുല്യമായ ഒരു വിജയം നൽകി കൃത്യമായ ഒരു സന്ദേശം അത് നമ്മൾ തുറന്നു കാണിക്കില്ല ചെയ്യുന്നത്. ഒരു അമ്മ പെറ്റ മക്കളാണ് പിണറായി വിജയനും വി ഡി സതീശനും എന്നാണ്. അതോടൊപ്പം ഒരു കാര്യം കൂടി ആഡ് ചെയ്യേണ്ടുന്നതാണ്. പിണറായി വിജയൻ സർക്കാരിനെ നമുക്കറിയാം, ഇയാൾക്ക് എഴുതുമ്പോൾ ഈ പന്നന്മാരെന്നല്ല ഭരണം കൊണ്ടുപോയത്. ഈ പിണറായി സർക്കാരിൻ്റെ 10 കൊല്ലം ഭരണം കൊണ്ടുപോയ ഒരു മാഫിയ ടീമുണ്ട്, ഒരു വലിയ ഒരു മാഫിയ സംഘമുണ്ട്. ആ മാഫിയ സംഘത്തിൻ്റെ വെറും ഫ്രണ്ടിലുള്ള ഷോപ്പീസുകളാണ് ഈ ഇരുന്ന ഈ മന്ത്രിമാർ. അതെ പറഞ്ഞു. അന്നേരം ഇത് നമ്മൾ നേരത്തെ തൊട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് നമുക്കെതിരെ എത്ര അതെ അന്നേരം ഇത് പറഞ്ഞാൽ നമുക്കെതിരെയാണ് എത്രയോ കേസുകൾ എടുത്തു, ഓഫീസർ റെയ്ഡ്, വീട് റെയ്ഡ്, നമ്മളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതെല്ലാം ഈ സത്യം പറഞ്ഞുകൊണ്ടാണ്. അന്നേരം ഈ ഒരു മാഫിയ ഗ്രൂപ്പാണ് ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ നരാധമനെ ഫ്രണ്ടിൽ നിർത്തി അവർ ഓപ്പറേറ്റ് ചെയ്തത്. അന്നേരം അപ്രകാരം ഓപ്പറേഷൻ നടത്തുമ്പോൾ ഈ പിണറായി വിജയനെ സംരക്ഷിക്കേണ്ടത് അവരുടെ ബാധ്യതയാണ്. അതുകൊണ്ടാണ് BJP സർക്കാർ എടുത്ത് ഏത് നിമിഷവും അകത്തിടാവായിരുന്ന, ED എടുത്ത് ഈ തന്തയും മോളെയും ഏത് സമയത്തും അകത്തിടാവായിരുന്ന ആ പ്രശ്നങ്ങളിൽ നിന്നും സേവ് ചെയ്തത് ആ ഇൻഫ്ലുവൻസറായുള്ള ആ മാഫിയ, ആ ഗാങ്സ്റ്ററാണ്. അതുപോലെ തന്നെ ഇയാൾക്ക് വേണ്ടുന്ന സകല സംരക്ഷണങ്ങളും ആവശ്യമായ സകല സംവിധാനങ്ങളും ഒരുക്കി കൊടുത്തത് അവരാണ്. ഈ ഗുണവും മണവും ഇല്ലാത്ത നമുക്കറിയാം, വെറും കളിപ്പാവകളായിട്ടുള്ള ഈ മന്ത്രിസഭയിലുണ്ടായിരുന്ന മന്ത്രിമാർ, ചുക്കിനും ചുണ്ണാവിനും കൊള്ളാത്ത ഇവർ ഉണ്ടുറങ്ങി പെടുത്ത് ചാപ്പാടടിച്ച് പോയപ്പോൾ ഈ അഡീഷണൽ PSമാരായിട്ട് ഈ മാഫിയ സംഘങ്ങളുടെ എക്സ്റ്റൻഡ് ആമുകൾ ഇരുന്നാണ് ഇവിടെ ഭരണം നടത്തിയത്. ഇതേ സെയിം ടീമാണ് വി ഡി സതീശനാണ് അധികാരത്തിലേക്ക് വരുന്നതെങ്കിൽ ഈ സെയിം ടീം തന്നെയായിരിക്കും ഇവിടുത്തെ ഓപ്പറേഷൻ നടക്കുന്നത്. നമുക്ക് യാതൊരു മാറ്റവും അനുഭവവേദ്യമാകത്തില്ല. പിണറായി വിജയൻ്റെ കാര്യത്തിൽ എങ്ങനെ കാര്യങ്ങൾ പോയോ അതേ രീതിയിൽ ഇവർ കാര്യങ്ങൾ ഓടിക്കും. ഇതിൻ്റെ പണി ആർക്ക് കിട്ടും? കോൺഗ്രസിന് കിട്ടും. 5ാമത്തെ വർഷം ഇതിലും നാണം കെട്ട പരാജയം നൽകി ജനങ്ങൾ ഇവരെ തൂത്തെറിയും. അപ്പം കതറിട്ട പിണറായി വിജയനാണ് സതീശൻ. കതറിട്ട പിണറായി വിജയനാണ് സതീശൻ. സതീശൻ ഇങ്ങനെ തുള്ളിച്ചാടി ഇങ്ങനെ ചാടിക്കളിച്ച് തുലാഭാരവും ഉണ്ണിയപ്പ തുലാഭാരവും ശയനപ്രദക്ഷിണവും നാഗസരേന്ദ്രയുടെ കൈമുത്താനും ഒക്കെ പിന്നെ ഒരു പറവൂർ പള്ളിയിൽ പോയിട്ട് കൊടിമരം നടത്തും. കൊടിമരം പോലും ഏതെങ്കിലും ആമ്പിള്ളേർ എഴുതി കൊടുക്കുന്ന പ്രസംഗങ്ങളൊക്കെ ആയിട്ട് പള്ളിപ്പറമ്പയും പള്ളി വാച്ചിയിലേക്കൂടെ ഒക്കെ നടക്കും.
ഈ മാഫിയകൾ ഇവിടെ ഭരണം നടത്തും. ഈ മാഫിയകൾ ഇവിടെ ഭരണം നടത്തും. വളരെ വലിയ അപകടകരമായ ഒരു അവസ്ഥയിലേക്കായിരിക്കും അപ്രകാരം സംഭവിച്ചാൽ പോകുന്നത്. അന്നേരം ഈ കാര്യങ്ങളെയും മനസ്സിലാക്കി കോൺഗ്രസ് നേതൃത്വം ഇതെങ്കിലും കണ്ട് മനസ്സിലാക്കി കൃത്യമായിട്ട് ഇയാളുടെ ബോഡി ലാംഗ്വേജ്, ഇയാളുടെ ചെയ്തികൾ, ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഒന്ന് അപഗ്രഥിച്ചു കഴിഞ്ഞാൽ ഇയാൾ എന്ത് ചെയ്തു, എന്താണ് ഇയാൾ ചെയ്തിട്ടുള്ള കാര്യം, ഇതിനെ സംബന്ധിച്ച് കോൺഗ്രസ് നേതൃത്വം ഒന്ന് പുനർവിചിന്തനം ചെയ്യുക. അപ്പോൾ മനസ്സിലാകും ഒരുപക്ഷെ സുനിൽ പറഞ്ഞത്. അതെ, നമ്മുടെ ചർച്ച തുടങ്ങിയത് തന്നെ, ഹാരി പറഞ്ഞ ആ ചർച്ചയുടെ തുടക്കം തന്നെ ഈ UDFന്റെ ഈ മിന്നും വിജയത്തിൻ്റെ അവകാശി എന്ന് പറയുന്നത് പിണറായി വിജയനാണോ, പിണറായി വിജയൻ്റെ വെറുപ്പീരാണോ, അതോ സതീശൻ്റെ PR ആണോ എന്നതായിരുന്നു നമ്മളുടെ ആ ചോദ്യം. അന്നേരം നമുക്ക് ഉറപ്പായിട്ട് പറയാം, ഈ UDFന് ഈ ലഭിച്ച ഈ മിന്നും വിജയത്തിൻ്റെ യഥാർത്ഥ ഉത്തരവാദി എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ ആ വെറുപ്പീരാണ്. സതീശൻ്റെ PR എന്ന് പറയുന്നത് ഒന്നും ഇവിടെ ഏറ്റിട്ടില്ല. ഇവിടെ UDFനെ തുണച്ച ഏക കാര്യമെന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ അറിഞ്ഞുള്ള ആ 10 കൊല്ലത്തെ വെറുപ്പീരാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.